മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. സംസ്ഥാനത്തെ പുനഃക്രമീകരിച്ച സ്കൂൾ സമയമാറ്റം നിലവിൽ വന്നു. ഇതോടെ 8 മുതൽ 10 വരെ ക്ലാസുകളിലെ പഠന സമയം അരമണിക്കൂർ വർദ്ധിക്കും. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് പുതിയ സമയക്രമം. സമസ്ത എതിർപ്പ് അറിയിച്ചെങ്കിലും പരാതി ലഭിച്ചാൽ ചർച്ചയാകാമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. പുതിയ സമയക്രമത്തിൽ സമ്മിശ്രമായ പ്രതികരണം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മീഡിയ വണിനോട് പങ്കുവച്ചു. സംസ്ഥാനത്തെ 8, 9, 10 ക്ലാസുകളിൽ പുനഃക്രമീകരിച്ച സമയക്രമം നിലവിൽ വന്നു. അല്പസമയം മുമ്പ് 9:45 ക്ലാസുകൾ ആരംഭിച്ചത്. ഹൈസ്കൂളുകളിൽ ഇനി വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 15 മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം 15 മിനിറ്റും വർദ്ധിപ്പിച്ചാണ് അരമണിക്കൂർ വർധനവ് ഉണ്ടാവുക. 9:45 മുതൽ 4:15 വരെയായിരിക്കും വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ക്ലാസുകൾ നടക്കുക. എന്തായാലും ഹൈക്കോടതി വിധിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് തീരുമാനം എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. പക്ഷേ സമസ്ത വലിയ തരത്തിലുള്ള എതിർപ്പ് ഇക്കാര്യത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ മുഖ്യമന്ത്രിയോട് ഇക്കാര്യത്തിലുള്ള അപ്രായോഗികത വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പുനഃപരിശോധിക്കണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ സമസ്ത ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ പരാതി ലഭിച്ചാൽ അത് പരിശോധിക്കാം എന്നുള്ള നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും സ്വീകരിച്ചിട്ടുള്ളത്. ഒരു അധ്യയന വർഷം 1100 പ്രവൃത്തി അവറുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിൽ ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇങ്ങനെയൊരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവായി ഇറക്കുകയും ഇന്നു മുതൽ അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും സമ്മിശ്രമായ പ്രതികരണമാണ് വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. പാടാണ്, തളർന്നു പോകും. വീട്ടിൽ നിന്ന് വന്നോണ്ട് പിന്നെ ഭയങ്കര പാടാണ്. പഠിക്കാനും കുറേ ഉണ്ട്, 10ലായതുകൊണ്ട് ഭയങ്കര പാടാണ്. ട്യൂഷനൊക്കെ എല്ലാം കഴിഞ്ഞൊരു 8:30 മണിയൊക്കെ രാത്രി അറിഞ്ഞു. ആദ്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. 2-3 ദിവസം സ്കൂളിൽ പോയതിനു ശേഷമാണ് പറഞ്ഞത് സമയം മാറ്റി എന്നുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു. ഇപ്പം പിന്നെ വലിയ കുഴപ്പമില്ല, നല്ലതായിരിക്കും. കാരണം അത് കുറേ കൂടെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുമല്ലോ. തീരുമാനം വെച്ചാൽ ഇപ്പോൾ 2 കുട്ടികൾ 2 സ്കൂളിലാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. കാര്യം ഇപ്പോഴും തന്നെ മോൻ 3:30 മണിക്ക് ക്ലാസ് അവസാനിക്കും. മോൻ്റെ സ്കൂളിൽ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഇങ്ങോട്ട് മോളെ വിളിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ 4:15 സമയമാകുമ്പോൾ എത്രയും സമയം മോൻ്റെ സ്കൂളിൽ വെയിറ്റ് ചെയ്താലേ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. നല്ലതാണ്, തീർച്ചയായിട്ടും. അത് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ലതല്ലേ. അറിഞ്ഞായിരുന്നു, ന്യൂസിലൂടെ അറിഞ്ഞിട്ടുള്ളൂ, അല്ലാതെ സ്കൂളിൽ നിന്നും അറിഞ്ഞില്ലായിരുന്നു. അറിയിപ്പൊന്നും ഇല്ല, പറഞ്ഞില്ല, മെസ്സേജ് ഒന്നും വന്നില്ലായിരുന്നു. ആ ഒരു ടൈമിൽ ഞങ്ങൾക്കൊരു കൺസേൺ ഉണ്ട്. കുറച്ച് 4 മണി വരെ, അറ്റ്ലീസ്റ്റ് ഒരു 4 മണി വരെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 3:30, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4 മണി വരെ ആയിരുന്നെങ്കിലും നമുക്കൊന്ന് നോക്കാമായിരുന്നു. പക്ഷേ ഇത് മോളെ സംബന്ധിച്ച് ഇന്ന് കാലത്ത് പറയുന്നുണ്ടായിരുന്നു, മോളെ സംബന്ധിച്ച് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സ്കൂൾ ബസ് അതനുസരിച്ച് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് കുഴപ്പമില്ല, എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. വെള്ളിയാഴ്ച ഒഴികെയുള്ള പ്രവൃത്തി ദിവസങ്ങൾ അരമണിക്കൂർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അതാണ് നടപ്പിലാവുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിൽ അപ്രായോഗികത ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാമെന്ന് പറയുമ്പോഴും ഒരുപക്ഷെ രാവിലെ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ ഒരുമിച്ച് സ്കൂളിലേക്ക് എത്തിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുൾപ്പെടെയാണ് രക്ഷിതാക്കൾ പറയുന്നത്. 2 സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് UPയും ഹൈസ്കൂളും ആകുമ്പോൾ അതിലെ സമയക്രമത്തിലെ മാറ്റം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ജോലിക്ക് പോകുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട ചില വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.